മലയാളത്തിൻ്റെ പ്രിയ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായ മലയാള സിനിമയുടെ ബഹുമുഖ പ്രതിഭയ്ക്ക് സിനിമാ ലോകം, സാംസ്കാരിക രാഷ്ട്രീയ ലോകം ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ടൗൺ ഹാളിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി നേരത്തെ വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ടൗൺ ഹാളിലും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ എത്തി. അവർ അല്പം മുൻപാണ് അവിടെ നിന്ന് മടങ്ങിയത്. ഏറെ നേരം തങ്ങളുടെ പ്രിയ സുഹൃത്തിനൊപ്പം അവിടെ ഇരുന്നതിന് ശേഷമാണ് മലയാളത്തിൻ്റെ മഹാനടന്മാർ അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. ഇപ്പോഴും നിരവധി പേർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഭാര്യ, ഒപ്പം 2 മക്കൾ, അവർ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് സമീപം തന്നെ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് ആ ദുഃഖത്തിൽ അലിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരുന്നു. നാളെ ആണ് സംസ്കാര ചടങ്ങുകൾ. വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് മകൻ ധ്യാനിൻ്റെ പിറന്നാൾ ദിവസം കൂടിയാണ്. ആ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ പിതാവിൻ്റെ വിയോഗ വാർത്ത അദ്ദേഹത്തെ തേടിയെത്തിയത്. ഇപ്പോൾ ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നതാണ് മനസ്സിലാകുന്നത്. സാധാരണക്കാരുടെ ജീവിതങ്ങളെ, ആ ജീവിതത്തിൻ്റെ പല തരത്തിലുള്ള പ്രശ്നങ്ങളെയും മറ്റും സാധാരണക്കാരുടെ കോണിലൂടെ നോക്കിക്കണ്ട സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ എന്ന നിലയിലൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിത്വമാണ്. വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കുറേ നാളായി രോഗബാധിതനായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ മരണം എന്നത് വളരെ അപ്രതീക്ഷിതമാണ്. അതിൻ്റെ ആഘാതത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ ടൗൺ ഹാളിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, മലയാളത്തിൻ്റെ മഹാനടന്മാർ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ഓരോരുത്തരായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ടൗൺ ഹാളിൽ പൊതുദർശനം എത്ര സമയം കൂടി നീളും? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, ഞാനിപ്പോൾ ടൗൺ ഹാളിലാണ് ഉള്ളത്. നിരവധി ആളുകളാണ്, മലയാള സിനിമാ രംഗത്തെയും അല്ലാതെയുമുള്ള നിരവധി ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇതിനകം പൊതുദർശനത്തിന് വന്നു കഴിഞ്ഞു. പ്രമുഖരായ ആളുകളൊക്കെ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാരൊക്കെ വന്നു കഴിഞ്ഞു. അമ്മയുടെ എല്ലാ പ്രതിനിധികളും ഇവിടെയുണ്ട്. സിനിമാ മേഖലയിലെ എല്ലാവരും ഉണ്ട്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയാള സിനിമയിൽ ഒരേട് മുഴുവൻ അടയാളപ്പെടുത്തിയ ശ്രീനിവാസൻ എന്ന നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഈ കാലഘട്ടം ഒക്കെയും ഓർത്തെടുക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അപ്പോൾ മലയാളികൾ. അതായത് ശ്രീനിയേട്ടൻ എന്ന ആളെ മനസ്സിലേറ്റി മലയാളികൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 4 മണി വരെയാണ് പൊതുദർശനം നീളുന്നത് എന്നാണ്. ഇന്ന് രാവിലെ 8:30 കൂടിയാണ് അദ്ദേഹം മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അല്പനേരം പൊതുദർശനം ഉണ്ടായത്. തുടർന്നാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിൻ്റെ പരിപാടികൾ നീണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മലയാള സിനിമയിലെ പ്രമുഖ എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. ശ്രീനിയേട്ടനെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ള ആളുകൾ, മലയാള സിനിമയുടെ ശ്രീ എന്നാണ് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. നമുക്കറിയാം, 48 വർഷത്തെ നീണ്ട സപര്യ മലയാള സിനിമ ഒരു കാലഘട്ടം മുഴുവൻ ശ്രീനിവാസനെ ഓർക്കുന്നത് അങ്ങനെയാണ്. ആക്ഷേപഹാസ്യം, അത് സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളും, വിഷമതകളാകട്ടെ, സന്തോഷമാകട്ടെ, അവരുടെ ജീവിതത്തിൽ അഹങ്കാരമാകട്ടെ, ഇതെല്ലാം ആക്ഷേപഹാസ്യത്തിൻ്റെ ഭാഷയിൽ വെള്ളിത്തിരയിൽ കോറിയിട്ട് മലയാളിയുടെ മനസ്സിലേക്ക് എക്കാലവും ഇരിപ്പിടം നേടിയ, മലയാള സിനിമയിൽ എക്കാലവും നിറഞ്ഞ സാമീപ്യമായ കയ്യൊപ്പ് നേടിയ, കയ്യൊപ്പ്
ഉറപ്പിച്ച അദ്ദേഹം ശ്രീനിവാസൻ ശ്രീനിവാസൻ എന്നൊരു അധ്യായമാണ് എഴുതി തീർത്തത്. നമുക്കറിയാം അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ, അദ്ദേഹം തിരക്കഥയിലൂടെ അദ്ദേഹം രചിച്ചിട്ടുള്ള ഡയലോഗുകൾ, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ, 2 സിനിമകളും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും മറ്റൊരു പ്രധാനപ്പെട്ട ഇതാണ്. മലയാള സിനിമയിലെ സന്ദേശം എന്ന സിനിമ 1991 റിലീസായ സിനിമ ഇപ്പോഴും കാലാതീതമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, ഇടതുപക്ഷ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, അറബിക്കഥയിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയ അങ്ങനെ നീളുന്ന ഒരു വലിയ സഫര്യക്കാണ് ഇന്ന് ശ്രീനിവാസൻ എന്ന നടൻ അന്തരിച്ചു എന്നുള്ള രാവിലെ ഉണ്ടായിരുന്ന വാർത്തയോടെ അവസാനിക്കുന്നത്. അത് മലയാളിയെ സംബന്ധിച്ചിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹം രോഗശയ്യയിൽ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് റിക്കവർ ചെയ്തു വരുന്നുണ്ട്, ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിലുമൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആളുകളെ സംബന്ധിച്ചിട്ട് അത് അദ്ദേഹം റിക്കവർ ചെയ്തു വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇല്ലാതെയായത്. കാരണം ഇന്ന് നേരം വെളുത്തപ്പോൾ ഒരു 8:30 മണിയോടുകൂടി ശ്രീനിവാസൻ നടൻ എന്നേക്കുമായി അവസാനിച്ചു. അദ്ദേഹം എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള വേദനാജനകമായ വാർത്ത കേട്ടിട്ടാണ് ഇന്ന് മലയാളി ഇന്ന് നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇന്ന് വാർത്താ ദിനം തുടങ്ങുന്നത് തന്നെ അങ്ങനെ ആയിരുന്നു. അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഏട് മറ്റാർക്കും സമാനതകളില്ലാത്ത ആക്ഷേപ സാഹസ്യത്തിൻ്റെ ഒരു ഉപജ്ഞാതാവ് കൂടി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പ്രേക്ഷകരിലേക്കും ആളുകളിലേക്കുമൊക്കെ ഇട്ടു തന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ അവശേഷിപ്പിക്കുകയാണ്. അത് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ ഉണ്ടാക്കിയ വിടവ് നികത്താൻ മറ്റൊരാളും മലയാള സിനിമയിലില്ല എന്നുള്ള വേദനാജനകമായ യാഥാർത്ഥ്യമാണ് മലയാളി സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ചിട്ടും മലയാളിയെ സംബന്ധിച്ചിട്ടും വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ശ്രീനിവാസൻ എന്ന നടൻ, സിനിമാ പ്രവർത്തകൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഇങ്ങനെ സമസ്ത മേഖലകളിലും തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച അദ്ദേഹം അന്ത്യയാത്രയാകുന്ന സാഹചര്യത്തിലേക്കാണ്. എറണാകുളം ടൗൺ ഹാളിൽ 4 മണി വരെയാണ് ഈ ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് തുടർന്ന് നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. ഒരുമാതിരി സിനിമാ മേഖലയിൽപ്പെട്ടിട്ടുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ. അദ്ദേഹം എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് മറ്റുള്ളവർ, അതായത് അമ്മയുടെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ അത്തരമൊരു വിവരമാണ് നമ്മളോട് ഷെയർ ചെയ്തത്. നടൻ മോഹൻലാൽ, മമ്മൂട്ടി, അതുപോലെ മുഖ്യമന്ത്രി 1 മണിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അദ്ദേഹം ആദ്യം വീട്ടിലേക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചത്. പിന്നീട് ടൗൺ ഹാളിലേക്ക് എത്തി. ആ ഒരുമാതിരി സിനിമാ മേഖലയിലുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞു. ആ ചടങ്ങുകൾ അതുകൊണ്ട് തന്നെ 4:30 അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.